എല്ലാ പരിപാടി അവസാനിപ്പിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. പുറത്ത് ദണ്ട അവിടെ മഞ്ഞ് പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് വിസിബിൾ അല്ല. പുറത്ത് മരങ്ങളിലൊക്കെ മഞ്ഞ് പിടിച്ച് ക്യാമറകളിലൊക്കെ മഞ്ഞ് പിടിച്ചിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. നമ്മൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടും അല്ലേ? അവസ്ഥ ക്ലിയർ ആയിട്ട് പറയാനാണെങ്കിൽ 3 ഷർട്ടും 3 പാൻറ്റും 2 സോക്സും അതിൻ്റെ മണ്ടയിൽ കോട്ടും. അതാണ് അവസ്ഥ. എന്നിട്ട് തണുപ്പിനൊരു മാറ്റം. ഇതിൻ്റെ കയ്യിൽ ഓരോരുടെ അതാണ് ഇവിടുത്തെ അവസ്ഥ. ബൈ ബൈ സിമില. രാവിലെ നേരം വിളക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വൈൻ ഷോപ്പൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 7 മണി ടൈമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ നല്ലപോലെ വൈൻ ഷോപ്പൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. തണുപ്പായത് കാരണമായിരിക്കാം. ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം ദേവദാരു മരങ്ങളാണ്. അപ്പോൾ ദേവദാരു മരങ്ങൾക്കിടയിലൂടെ അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയുണ്ട്. നമ്മുടെ മലയാളത്തിലൊരു പാട്ടൊക്കെ തന്നെ ഉണ്ട്, ദേവദാരു പൂത്തു മനസ്സിന് താഴ്വരയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു മരങ്ങളാണ് ഈ കാണുന്നത്. മരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷം വരെ വെള്ളമില്ലാതെ ഇത് സർവൈവ് ചെയ്യുന്നുള്ളതാണ്. അളന്ന് മുറിച്ചുള്ള ഡ്രൈവിംഗ് ആണ് കേട്ടോ. നമ്മളെ പപ്പുവൊക്കെ പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊക്കയിൽ വീഴും. അതേപോലെ വേറെ വണ്ടികളിൽ തട്ടും. അങ്ങനത്തെ ഡ്രൈവിംഗ് ആണ്. ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ദേവദാരു മരങ്ങൾക്കിടയിൽ കൂടെ ഒരു റോഡ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിർത്തി കൊടുത്ത് എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയെ നടക്കുകയുള്ളൂ. ഒരു വണ്ടി വരുമ്പോഴത്തേക്ക് ചെറിയ റോഡ്, ഗ്യാപ്പ് കൊടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഗ്യാപ്പ് കൊടുക്കാനുള്ള സ്ഥലങ്ങൾ നിർത്തി കൊടുത്തിട്ട് എടുത്തിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ബസ് സ്റ്റാൻഡിലോട്ട് പോകണം കേട്ടോ. അടുത്ത മണാലിക്കുള്ള ബസ് കയറാനുള്ള യാത്രയാണ്. നമ്മളെ ഡ്രൈവർ ചേട്ടൻ ഇന്ദ്രൻ നാം ഇന്ദ്രൻ ചേട്ടൻ നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. എന്ത് പറയാനാണ്, ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തിറക്കം. അപ്പോൾ എങ്ങനെയൊക്കെയോ നമ്മൾ ആ വലിയ ഇറക്കമൊക്കെ ഇറങ്ങി നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ നേരെ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിനകത്ത് കൊണ്ടുവന്ന വണ്ടി നിർത്തും. അതിൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് മണാലിയിലേക്ക് പോകാനുള്ള വണ്ടിയുള്ളത്. മേളിൽ കൂടെയാണ് ആ വണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മളുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മുടെ അടുത്ത പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ സിംല ടു മണാലി, സിംലയിൽ നിന്ന് മണാലിയിലേക്കുള്ള യാത്രയാണ്. രാവിലെ തന്നെ ആൾക്കാരൊക്കെ എവിടേക്കോ ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനോഹരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. പലതരത്തിലുള്ള സംസ്കാരങ്ങൾ, അതേപോലെ തന്നെ പലതരത്തിലുള്ള ആളുകൾ, എന്താ പറയുക, പലതരത്തിലുള്ള കാഴ്ചകൾ എല്ലാം കണ്ട് നമുക്ക് എങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൂടുതലായിട്ടും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് പ്രകൃതി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴിക്കെല്ലാം മലഞ്ചെരുവുകളുടെ കാഴ്ചകളാണ് കേട്ടോ. അതേപോലെ ഈ ബസ്സിലെ ചേട്ടൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് അപാരം തന്നെ, ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഓരോ വളവുകളൊക്കെ തിരിക്കുന്ന തിരിപ്പ് കാണണം. നമുക്ക് തന്നെ പേടിയാവും, എതിരെ വരുന്ന വണ്ടിയിൽ തട്ടൂലേ എന്നൊക്കെയുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയാണ് മലയോര ഹൈവേയിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നത്. നമ്മളുണ്ടല്ലോ ഫുഡ് കഴിക്കാനായിട്ട് കയറിയേക്കാം കേട്ടോ. നമ്മളുടെ ബസ്സുകാർ കൊണ്ടു നിർത്തിയൊരു ഹോട്ടലാണ്. ഫുഡൊന്നുമില്ല.
ആ നമ്മുടെ പരിപ്പൂട്ടാനില്ലേ സാധാരണ പരിപ്പൂട്ട് അതിന് എത്ര രൂപ? 150 രൂപ. ഒരു സാലഡ് കിട്ടും. ക്യാരറ്റാണ് ഉൾപ്പെടുത്ത കഴിച്ചതുണ്ടോ? ക്യാരറ്റാ, റെഡ് ക്യാരറ്റ്, പിന്നെ മുളക്. സംഭവം കൊള്ളാം, ക്യാരറ്റ് കൊള്ളാം, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ പൈസ, ഫുഡിന്റെ പൈസ, ഫുഡിൽ തൊട്ടാ പൈസ ബക്കറ്റിനകത്തുണ്ട്. ചോറ്, റോട്ടി ഇറങ്ങിട്ടോ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അല്ല, വില കൂടുതലാണെങ്കിലും ബക്കറ്റിലൊക്കെയാണ് നമുക്ക് ഡാല് വന്നത്. ചൂടുള്ള ചോറായിരുന്നു. എല്ലാം ചൂടുണ്ടായിരുന്നു. ബസുമതി റൈസായിരുന്നു. നമ്മുടെ ബസ്, നമ്മൾ വന്ന ബസ്സാണ് കേട്ടോ. ഇപ്പൊ നല്ല വെയിലുണ്ട്. പക്ഷേ വെയിലുണ്ട്, നമുക്ക് ചൂടൊന്നുമില്ല, നല്ല തണുപ്പാണ്. വെയിലാണ്, പക്ഷെ കാണുമ്പോ തന്നെ അറിയാൻ പറ്റും നല്ല വെയിലാണ്. പക്ഷെ തണുപ്പാണ്, ചൂടല്ല. വ്യത്യസ്തമായ വെയിൽ, ചൂടില്ലാത്ത തണുപ്പുള്ള വെയിൽ. കുറച്ച് തണുപ്പുള്ള വെയില്. അവിടെ നല്ല തണുപ്പുണ്ടെന്ന് ഇപ്പൊ നമ്മളെ കണ്ടക്ടർ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞ അവിടെ നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞു. ഷിംലയെക്കാളും തണുപ്പാണെന്ന് പറയുന്നത്. അവിടെ നല്ല തണുപ്പുണ്ട്. അവിടുന്ന് പിന്നെ റോത്താങ് പോയി കഴിഞ്ഞാല് നമുക്ക് മഞ്ഞൊക്കെ കാണാന്ന് പറഞ്ഞു. നമ്മള് ഇന്നലെ ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കഴിക്കാൻ പറ്റിയില്ല, രാത്രി ഇവിടെ തുടങ്ങിയ വേഗം ഇന്നലെ കഴിച്ചേ. എന്താ പറയാ, ഫ്രിഡ്ജിലൊക്കെ വെച്ച പോലെ ബാഗിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച പോലെ തണുത്ത ഓറഞ്ച്, നല്ല ഓറഞ്ച്. ഇവിടെ തന്നെ പറഞ്ഞ ഓറഞ്ച് നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ല കേട്ടോ, വേറൊരു രുചി. കൊള്ളായിരുന്നു അല്ലേ? നല്ല ടേസ്റ്റ് ആയിരുന്നു. കിട്ടിയെങ്കിൽ വാങ്ങിക്കണം. നല്ല ജ്യൂസി ഓറഞ്ച്. ഇതിന്റെ അടുത്ത് തന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു. ഓറഞ്ച് എന്താണ്, പേരയ്ക്ക, ഷിംലയുടെ പൈനാപ്പിൾ കാണിച്ചു തരാം. വേറൊരു ഐറ്റം, വേറൊരു സംഭവം. ഷിംലയിലല്ല, ഹിമാചൽ പ്രദേശ്. ഷിംലയിൽ നിന്ന് നമ്മൾ വിട്ട് കുറച്ചു നേരം വിട്ട് വന്നു. പൈനാപ്പിൾ എടുക്കണോക്കെ പ്രാന്ത് പിടിച്ചോളൂ പൈനാപ്പിള്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്താ പറയുക, ഓറഞ്ചൊക്കെ വാങ്ങിച്ചു. ഓറഞ്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഓറഞ്ചാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള ഓറഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതോ ഒരു സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ഏതോ സ്റ്റോപ്പെന്നുള്ള അറിയത്തില്ല. അപ്പോൾ കുറേ പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. പ്രൈവറ്റാണോ ഗവൺമെൻറ് ആണോ അറിയില്ല. ഈ സ്ഥലത്തിന്റെ പേര് എനിക്ക് ചേട്ടാ സുരേന്ദ്ര നഗർ എന്നാണ്. സുരേന്ദ്ര നഗർ മണ്ടിയാണ്. നമ്മൾ ഒരു കനാൽ പോലത്തെ സംഭവത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. കനാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കംപ്ലീറ്റ് കനാലിൻ്റെ ഒരു ദൃശ്യമാണ്. അങ്ങ് അകലെ മലനിരകൾ കാണാൻ പറ്റും. അടുക്കടുക്കായിട്ട് ഒരു പ്രത്യേകതരം വീടുകളാണ്. ഇവിടെയുള്ള വീടുകളെല്ലാം ഒരു പ്രത്യേകതരം വീടുകളാണ്. അപ്പം വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്, നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം കുന്നിൻ്റെ മുകളിലേക്കൊക്കെയാണ് ഇവർ വീട് വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇവിടുത്തെ ഭൂപ്രകൃതിക്കനുസരിച്ച് ഇവിടുത്തെ കൺസ്ട്രക്ഷനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാഴ്ച. പിന്നെ പല മാർക്കറ്റുകളിലൂടെയും ഈ വാഹനം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാർക്കറ്റുകളിലൊക്കെ തന്നെ നല്ല ഫ്രഷ്, അതായത് നല്ല ഫ്രഷ്, നല്ല കാഴ്ചയ്ക്ക് തന്നെ നല്ല ഫ്രഷ്നെസ് തോന്നിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെയാണ് ഇരിക്കുന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും ഇങ്ങനെ വഴിയോര കച്ചവടക്കാർ
നമ്മുടെ കനികയുടെ ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അതവിടെ റൊട്ടിയും സമൂസയൊക്കെ ഇരിപ്പുണ്ട്. ഒരു സ്റ്റോപ്പിൽ നിർത്തിയതാണ് വണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മറ്റേ നടി കനികയുടെ സർവീസാണോ എന്നുള്ളത് അറിയത്തില്ല. ഇവിടെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്, കനിക എന്ന് പറഞ്ഞൊരു വണ്ടിയും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. മലയോര മേഖലകളിലെ ഓരോ ഗ്രാമങ്ങളുടെയും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പ്രൈവറ്റും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ നിരത്തുകളിൽ സൈഡിൽ നിൽപ്പുണ്ട്. ആൾക്കാരൊക്കെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ പരക്കം പാഞ്ഞ് നടപ്പുണ്ട്. പരക്കം പാഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു തിരക്കുകളിലാണ് കേട്ടോ അവർ. അപ്പം നമ്മൾ വീണ്ടും ആ ഒരു ഇതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയിട്ട് നോക്കിയപ്പോഴത്തേക്ക് മണാലിയുടെ ബോർഡ് കണ്ടു. അങ്ങനെ മണാലിയുടെ ബോർഡ് നമ്മളെ കണ്ടു തുടങ്ങി മക്കളെ. മണാലിയുടെ ബോർഡ് നമ്മൾ കണ്ടു തുടങ്ങി. ഒരു സൈഡിൽ നദിയാണ്. ഇത് മണാലിയിൽ നിന്ന് വരുന്ന നദിയാണെങ്കിൽ ഇത് ബിയാസ് നദി ആയിരിക്കണം. ഏതാണ് നദി എന്നുള്ളത് നമുക്കറിയത്തില്ല. ബിയാസ് നദി ആയിരിക്കണം. ബിയാസ് നദി ആണെങ്കിൽ നമ്മുടെ മണാലിയിൽ നിന്ന് വരുന്ന ഹിമാലയൻ സാനുക്കളിൽ നിന്ന് ഒഴുകി വരുന്ന ബിയാസ് നദിയാവണം. ബിയാസ് നദിയുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. എഡ്ജൊന്നും ഇല്ല കേട്ടോ, ഈ സൈഡിൽ എഡ്ജൊന്നും ഇല്ല. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ നേരെ താഴെ കിടക്കാം. അങ്ങനത്തെ രീതിയിലാണ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കംപ്ലീറ്റ് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. പൊടി അടിച്ച് ഒരു പരുവായെന്ന് വേണം പറയാൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ വണ്ടി ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ഇട്ട് തെറ്റിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. എതിരെ വരുന്ന വണ്ടികൾക്കൊക്കെ സൈഡ് കൊടുക്കുന്നുണ്ട്. വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഡ്രൈവ് എന്ന് തന്നെ പറയാം ഈ ഒരു റോഡിൽ കൂടെയുള്ളൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മേലെ ആകാശവും അതേപോലെ തന്നെ മലനിരകളും ഒക്കെ കണ്ടു തുടങ്ങി. നല്ല നീല ആകാശമാണ് കേട്ടോ. നീല ആകാശവും അതേപോലെ തന്നെ ചുറ്റും നിന്നുള്ള മലനിരകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ആ ഒരു സൈഡിൽ മലനിരകൾ, അതിൻ്റെ താഴെ നദി, അതിൻ്റെ മേളിലെ റോഡ്, അപ്പുറത്തെ സൈഡിൽ വീണ്ടും മലനിരകൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ യാത്ര. ഒരു യാത്രയെ മനോഹരമാക്കുന്നത് അവിടെ വഴിയരികിൽ നമ്മൾ കാണുന്ന കാഴ്ചകളും കൂടെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴിയരികിലെ കാഴ്ചകളും കൂടെ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ ഒരു വിഗ്രഹം കൊണ്ട് കുറച്ച് ആൾക്കാർ എങ്ങോട്ടോ പോകുന്നുണ്ട്. എന്തോ ഉത്സവം മറ്റോ ആണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് സൈഡിൽ കുറച്ച് എഡ്ജില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ എഡ്ജില്ലാത്ത സ്ഥലത്തൂടെ നമ്മളിങ്ങനെ പതുക്കെ മന്ദം പോകുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പൂഴി പോലത്തെ മണ്ണാണ്. ഏകദേശം നമ്മൾ ഏതോ ഒരു ഡാമിൻ്റെ മുകളിലെത്തി. ഡാമിൻ്റെ മുകളിൽ കൂടി മനോഹരമായിട്ട് നമ്മളെ ഓർഡിനറി സിനിമയിൽ KSRTC ബസ് പോകുന്ന പോലെ ഹിമാചൽ പ്രദേശ് RTCയുടെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫീൽ ചെയ്യുന്ന എക്സ്പീരിയൻസ്, അതേപോലെ ഈ ഒരു ലാൻഡ്സ്കേപ്പിന് ഞങ്ങൾക്ക് തരുന്ന ഒരു സന്തോഷം, അതെങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനോഹരമാണ്. കാരണം ഒരുപക്ഷെ ക്യാമറ കണ്ണുകളിലൂടെ നമ്മൾ ഇതിനെ ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. തീർച്ചയായിട്ടും ഇതുപോലത്തെ യാത്രകൾ ചെയ്യുക എപ്പോഴും. അപ്പോൾ നമ്മൾ മണാലിയുടെ ബോർഡുകൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. നമ്മൾ വീണ്ടും കയറ്റം കയറി തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഒരു ടണലിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ആ ടണലിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മലയുടെ അടിയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകാനുള്ള ഒരു ടണലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വയനാട്ടിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ ടണലുകളായിരിക്കാം. അതുപോലത്തെ ടണലുകൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ യാത്ര കുറച്ചും കൂടി സുഗമമാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയുടെ കുന്നിൻ ചെരുവുകളുടെയൊക്കെ മണ്ടയിൽ കൂടെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതേ നോക്കിക്കുക, ഈ ഒരു കല്ലുകൾ ഇഞ്ചോടിഞ്ച് പിടിച്ചാണ് ഇവർ ഈ ഒരു കല്ലിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ യാത്ര ചെയ്യുന്നത് കേട്ടോ. അതെ, പശുക്കളൊക്കെ റോഡിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കല്ലൊക്കെ വേറൊരു രീതിയല്ലേ, വേറൊരു പ്രത്യേകത.
എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റ് പോലെയാണ് എന്തോ ഇങ്ങനെ അളന്നുകുറിച്ചുള്ള ഡ്രൈവിംഗ് ആണ് കേട്ടോ. നോക്കിക്കേ കംപ്ലീറ്റ് പാറ ഇങ്ങനെ ഇതായിട്ട് തട്ടായിട്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് മൈന്യൂട്ടായിട്ട് സൈഡിൽ കൂടെയൊക്കെയാണ് എടുക്കുന്നത് വളച്ചെടുക്കുന്നത് വണ്ടി. ഈ ഭൂപ്രകൃതിയുടെ ഒരു സാഹചര്യം വെച്ച് ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിലെല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴും. അപ്പം അതുപോലെ അതുകൊണ്ട് ഈ റോഡിലൂടെയുള്ള യാത്ര ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഈ റോഡിലൂടെയുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ടണലുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ 3-4 ടണലുകളുണ്ട്. അപ്പോൾ ആ ടണലുകളിൽ കൂടെയാണ് ഇനി നമ്മുടെ യാത്ര. ടണലുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് തന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ടണൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എതിരെ വണ്ടിയൊന്നും വരാത്തത് കൊണ്ടാവണം നമ്മുടെ ബസ്സിൻ്റെ വേഗത അല്പം കൂടിയിട്ടുണ്ട്. അതുപോലെ എതിരെ വരുന്ന കാറ്റിൻ്റെ ശക്തിയും നല്ലപോലെ കൂടിയിട്ടുണ്ട്. അപ്പം ഈ ടണലിൽ കയറിയിട്ട് കുറച്ച് നേരമായി ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് ഒരു പിടുത്തമില്ല. കുറേ നേരമായി കേട്ടോ ഈ ഒരു ടണൽ കയറിയിട്ട്. ഈ ഒരു ടണലിൽ കയറിയിട്ട് നമ്മൾ കുറേ നേരമായിട്ട് കിടന്ന് ഓടുകയാണ്. എത്ര കിലോമീറ്റർ ആണെന്നൊന്നും ഒരു പിടുത്തമില്ല. നേരെ നമ്മൾ എക്സിറ്റ് എത്തിയപ്പോഴത്തേക്ക് ഇത് അടുത്ത ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താ അവസ്ഥ! ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയാം. ഒരു സൈഡിൽ നിന്ന് ഒരു ടണൽ തീർന്ന് കയറിയപ്പോഴത്തേക്ക് ഇത് അടുത്ത ടണലിലേക്ക് കയറാണ്. ഓരോ ടണലിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പുകളുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ടണലിങ്ങനെ എൻഡ് ആകുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റോപ്പുകൾ വരുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് സ്പേസ് വന്നിട്ട് സ്റ്റോപ്പുകൾ വരുന്നുണ്ട്. ടണലോട് ടണൽ, ഒരു രക്ഷയില്ലാത്ത ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ 3-ാമത്തെ ടണലാണ് കേട്ടോ കയറുന്നത്. 3-ാമത്തെ ടണൽ കയറി അങ്ങനെ എൻഡായി. അടുത്ത ടണലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തപ്പോഴത്തേക്ക് അതിഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ. എന്താണെന്ന് പറയുക, ഈ ടണലിനാണെങ്കിൽ റൗണ്ട് ചെയ്തിട്ടില്ല, അതായത് സിമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു എന്താ പറയുക മണ്ണിങ്ങനെ ഇത് നിൽക്കുന്ന കാണാൻ പറ്റും. എപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും എന്നുള്ള അവസ്ഥയിലാണ് ഈ ടണലിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴില്ലായിരിക്കും. സേഫായിട്ട് തന്നെയായിരിക്കും യാത്രകൾ മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ ടണലുകളെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ കുളു മണാലി ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ കുളു എത്തിയിട്ടുണ്ട്. ഇവിടെ കുളു എത്തി. മണാലിയിൽ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും അടുത്ത മണാലി ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുകയാണ് കേട്ടോ. ചുറ്റിനും ഭയങ്കര ഇതായിട്ടുള്ള എന്താ പറയുക, കുന്നിൻ്റെ മണ്ടയിലേക്കൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഓരോ ഇത് ഇറങ്ങുമ്പോഴത്തേക്കും പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. വണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മണാലി ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. മണാലിയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നുണ്ടാവും. മണാലിയിൽ വന്നിട്ട് ആദ്യത്തെ കാഴ്ച കേട്ടാ മഞ്ഞ് വീണ് കിടക്കണം.